കല്യാണി, നിനക്ക് സുഖാണോ? എനിക്ക് സുഖം തന്നെ. നിനക്കൂടി? എനിക്ക് സുഖം. അയ്യോ, കുഞ്ഞിനെ നോക്കി ചക്കരക്കുട്ടി. നല്ല ഭംഗിയുണ്ട്. ഇത് ആരുടെ കുഞ്ഞാ? നിന്റെ ചേട്ടന്റെയാണോ? അല്ലമ്മേ, എന്റെ കുഞ്ഞാ. എന്ത് നിന്റെ കുഞ്ഞോ? നീ എന്താ ഈ പറയുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞോ? ആ അമ്മേ, കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ കല്യാണം എങ്ങനെയോ കഴിഞ്ഞു. ഇനി ആരതിയുടെ അമൂല്യയുടെ ഒക്കെ കല്യാണം എപ്പോഴാണോ എന്തോ. അമ്മേ, ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. കല്യാണി, മോനെന്താ പേരിട്ടിരിക്കുന്നെ? നവീൻ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 വർഷം കഴിഞ്ഞു. എന്ത്, 2 വർഷമായോ? അടുത്ത വീട്ടിൽ താമസിച്ചിട്ട് കല്യാണക്കാരും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. സിമ്പിളായിട്ട് കല്യാണം നടത്തി കാണും അല്ലേ മോളെ? അങ്ങനെയല്ല, നല്ല രീതിയിലാ നടത്തിയേ. അങ്ങനെയാണോ? അത് കൊള്ളാലോ. ഏത് നാട്ടുകാരനാ പയ്യൻ? നിങ്ങക്ക് പയ്യനെ നേരത്തെ അറിയായിരുന്നോ? പയ്യൻ ഈ നാട്ടുകാരനാ, പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെയാണോ? അപ്പൊ പിന്നെ പയ്യന്റെ വീട്ടുകാര് സ്വത്തും സ്വർണ്ണവും ഒക്കെ കുറെ ചോദിച്ചു കാണുമല്ലോ അല്ലേ? എങ്ങനെ അറേഞ്ച് ചെയ്തു? നല്ലപോലെ കഷ്ടപ്പെട്ട് കാണും. അങ്ങനെയൊന്നുമില്ലമ്മേ, അവര് നല്ല ആൾക്കാരാ. കല്യാണമൊക്കെ നല്ല രീതിയിൽ ആർഭാടായിട്ടാ നടത്തിയേ. അത് നന്നായി മോളെ. നീ ഭാഗ്യമുള്ള കുട്ടിയാ. പക്ഷെ എന്റെ മക്കൾക്ക് ഇതുവരെയും മംഗല്യഭാഗ്യം വന്നിട്ടില്ല. പിന്നെ മോളെ, നിന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ വേറെ അനിയന്മാരാരെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ നമ്മുടെ ആരതിക്ക് വേണ്ടി ഒന്ന് നോക്കാനായിരുന്നു മോളെ. അനിയൻ തന്നെ ആവണമെന്നില്ല. കല്യാണം കഴിക്കാത്ത ചേട്ടനാണെങ്കിലും മതി, ഒരു കുഴപ്പമില്ല. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഞാൻ അതിന് എന്തു പറഞ്ഞെന്നാ? നിങ്ങളുടെ കല്യാണക്കാരിയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതെ അതെ, വീട്ടിൽ ആര് വന്നാലും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അതിലിപ്പോ എന്താ തെറ്റ്? കല്യാണി എന്താ പുറത്തുള്ള ആളാണോ? നമ്മുടെ കല്യാണിയല്ലേ. നമുക്കറിയാവുന്ന ആളുകളോട് പറഞ്ഞാ മാത്രമല്ലേ നിനക്ക് നല്ല ആലോചനയൊക്കെ വരത്തുള്ളൂ. അല്ല മോളെ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കല്യാണിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ല മോളെ, നിങ്ങക്ക് ഏത് ബ്രോക്കറാ കല്യാണം കൊണ്ടുവന്നേ? വേറെ ആരാമ്മേ? രാമമൂർത്തി അങ്കിളോട്. ഓ, അവൻ തന്നെയായിരുന്നോ? ഈ പരിസരത്ത് അവൻ വരട്ടെ, കാണിച്ചു കൊടുക്കാം. 2 വർഷമായിട്ട് അവൻ ആരതിക്ക് പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ബന്ധം പോലും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അവൻ വരും, കുറെ ഫോട്ടോ കാണിക്കും, എന്നിട്ട് ചായ കുടിക്കും, അവൻ പോവും. എന്നിട്ട് നിന്റെ കാര്യം നോക്ക്, പയ്യനെ കണ്ടുപിടിച്ച് കല്യാണവും കഴിഞ്ഞ് ഇപ്പൊ കുഞ്ഞുമായി. ഞാൻ ആ ഫോൺ പോയി എടുക്കാം. അമ്മേ, ഞാനും പോവാ. നിങ്ങളെ പൂജയ്ക്ക് വിളിക്കാൻ വന്നതാ. എന്താ ഇത്? കുറെ നാളായില്ലേ ഇവിടെ വന്നിട്ട്? എന്നിട്ട് വേഗം പോവാണോ? ഞാൻ പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാം. എനിക്ക് സംസാരിക്കാനുണ്ട് മോളെ. നീ ഇവിടെ തന്നെ ഇരിക്കും മോളെ. ഇപ്പൊ വരാം. ദൈവമേ, പെണ്ണുങ്ങളെ കാറിൽ പോലും കേട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യനാ. ഇപ്പൊ കണ്ടില്ലേ, രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചല്ലേ ഇരിക്കുന്നേ. രണ്ടാളും മുന്നോട്ടൊക്കെ വേണ്ടി പിടിക്കുന്നുണ്ടോ? രണ്ടും കൂടെ ചിരിച്ചോണ്ടിരിക്കുക. എന്റെ ഗതികേട്. ഹലോ, ഞാൻ ആരതി കേറ്ററിംഗ് സർവീസിന്റെ MD യാ സംസാരിക്കുന്നേ. നിങ്ങൾ ആരാ? ഞാനാണ് മാഡം. ഞാൻ രാവിലെ തൊട്ട് നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുക. ഓ സാറേ, നിങ്ങളാണോ? ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞോ സാറേ? എല്ലാം നന്നായിട്ട് നടന്നു കാണും അല്ലേ? കൊണ്ടുവന്നൊക്കെ നന്നായിരുന്നു എന്ന് പറയാനാണോ സാറേ വിളിച്ചത്? സാറേ, നിങ്ങളെപ്പോലെ 4 പേരൊക്കെ ഞങ്ങൾക്ക് പബ്ലിസിറ്റി തന്നാലേ ഞങ്ങളുടെ ബിസിനസ് ഉണ്ടല്ലോ വളർന്നു പന്തലിക്കും. അതുകൊണ്ടേ ആ ഫംഗ്ഷന് വന്നവരോടെല്ലാം കാറ്ററിംഗിനെ കുറിച്ച് പറയണേ. നിങ്ങളുടെ ഒരു കാറ്ററിംഗ് ബിസിനസ് ആണ് പോലും. നിങ്ങൾക്ക് ഇനി ആരും ഓർഡർ തരാതിരിക്കാൻ ഞാൻ തന്നെ കാശ് മുടക്കി പേപ്പറിൽ പ്രിന്റ് ചെയ്ത് നാട് മൊത്തം കൊടുക്കും. ജെട്ടില് വരുന്ന നിങ്ങളുടെ മകള് ഇതുവരെ എത്തിയിട്ടില്ല. ഫംഗ്ഷന് വന്നവരൊക്കെ തിരികെ പോയി തുടങ്ങി. നിങ്ങൾക്ക് ഓർഡർ തന്ന പൈസയും സ്വീറ്റും വേസ്റ്റ് ആയി. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ മോള് വന്നില്ലെന്നാണോ? അവള് വേറെ എങ്ങോട്ടാ പോയത്? നിങ്ങളുടെ മോളെ കണ്ടുപിടിച്ച് ഇനി ഞാൻ വീട്ടിൽ കൊണ്ടുവരണോ? എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ എന്നോട് ചോദ്യം ചോദിക്കുന്നു. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരില്ല. തന്ന അഡ്വാൻസ് പെട്ടെന്ന് തിരിച്ചു തരണം, എത്രയും പെട്ടെന്ന് തന്നെ. അയ്യോ സാറേ, അവൾ ഇതുവരെ അവിടെ എത്തിയില്ലെങ്കിൽ വേറെ എങ്ങോട്ട് പോയി കാണും? അയ്യോ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? അവിടെ കല്യാണി ഒറ്റയ്ക്കല്ലേ? അതിനവൾ ഉണ്ടെങ്കിലല്ലേ സംസാരിക്കണ്ടു. എന്താ അവള് പോയോ? അവളുടെ നാട്ടിൽ നല്ല പയ്യന്മാരുണ്ടോന്ന് ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചതാ. ഇത് പേടിച്ചിട്ട് അവള് രാവിലെ തന്നെ എസ്കേപ്പ് ആയത്. ആ കാര്യം വിട്ടേക്ക്. ഇപ്പൊ ഫോൺ വിളിച്ചയാളെ എന്താ ഓർഡർ തന്നത്? എന്ത് ഓർഡർ തരാനാ? തന്ന ഓർഡർ ക്യാൻസലും ചെയ്ത് അഡ്വാൻസ് തിരിച്ചു ചോദിക്കാൻ വിളിച്ചതാ. നിന്റെ അനിയത്തി അമൂല്യ അവിടെ എത്തിയില്ലാന്ന്. എന്ത് ചെയ്തെന്ന് പോലും അറിയില്ല. പോരട്ടെ അവളിങ്ങോട്ട്, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്.
ഹലോ ഹായ് യാ ഐ എം ആക്ച്വലി ഓൺ ദ വേ വൺ സ്മോൾ ആക്സിഡന്റ് അതുകൊണ്ടാണ് നേരം. വാട്ട് ക്ലയൻസ് തിരിച്ചു പോയോ? ഓക്കെ താങ്ക് യു. സാറേ ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം അടച്ചിട്ടുണ്ട്. ആ ചെറിയൊരു മുറിവിന് ഒടുക്കത്തെ ഒരു ബില്ലല്ലേ ഇങ്ങോട്ട് തന്നേ, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ സാർ? പക്ഷെ നമ്മൾ വന്ന് നമ്മുടെ കാര്യം നടന്നില്ലല്ലോ. നീ കയറ്, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. സാറേ ഞാൻ സംസാരിക്കാം. അല്ല മാഡം, ട്രീറ്റ്മെന്റ് നടത്തി കൂടെ മെഡിസിനും ഞങ്ങൾ വാങ്ങി തന്നു. എന്തിനാ കാറിന്റെ മുമ്പിലേക്കുന്നേ? ഇതെന്താ തമാശയാണോ? ആക്സിഡന്റ് ഉണ്ടാക്കി മെഡിസിൻ വാങ്ങി തന്നെ എല്ലാം ശരിയാകോ? അതല്ലാതെ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തു എന്നങ്ങ് വിചാരിക്കാം. പക്ഷെ ഞാൻ അതിന് നിങ്ങളോട് ക്ഷമിക്കണമല്ലോ അല്ലേ? സോ നിങ്ങളുടെ ബോസിനോട് വന്ന് സോറി പറയാൻ പറ. നീ ആരാന്ന് നിന്റെ വിചാരം? ഇത്രയൊക്കെ ചെയ്തു തന്നും പോരാ, ഇനി ഞാൻ നിന്നോട് സോറി പറയണോ അല്ലേ? ഹലോ, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈ കഴുകില്ലേ? അങ്ങനെ നോക്കുമ്പോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. തെറ്റ് ചെയ്തവര് സോറി ചോദിക്കുന്നതിനാണ് മാനേഴ്സ് എന്ന് പറയുന്നത്. അതൊന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? മാനേഴ്സ് ഒന്നും നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നീ നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. നീ ഇപ്പൊ തന്നെ ഒരുപാട് ഓവറാ. ഞാനല്ല, നിങ്ങളാ ഓവർ. ഞാൻ വളരെ ശരിയായ രീതിയിലാ പോയത്. ആ വഴിയിൽ വന്ന് എന്നെ ഇടിക്കാൻ ഞാൻ പറഞ്ഞോ? റോങ് സൈഡ് കയറി വന്നത് ഞാനല്ലല്ലോ. സോറി പറയാതെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ച് ഹിറ്റ് ആൻഡ് റണ്ണിന് കേസ് കൊടുക്കും. കാണിച്ചു തരാം. മാഡം സമാധാനിക്ക്. ദയവ് ചെയ്ത് നിങ്ങള് നിയമം കയ്യിലെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്നോട് സോറി പറയാൻ പറ. ദിസ് ഇസ് ടു മച്ച്. ഞാൻ നിന്നോട് സോറി പറയുന്നു വിചാരിക്കണ്ട. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിന്നാ നീ ഓർത്തോ, നീ നന്നായി വിഷമിക്കും. അറിയാം, എനിക്കത് നന്നായിട്ട് അറിയാം. വണ്ടി ഇടിച്ചപ്പോ ആള് കൂടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങനെ വിട്ടിട്ട് പോയേനെ, ശരിയല്ലേ? എന്റെ പാവ റാണിയുടെ അവസ്ഥ എന്താണോ എന്തോ. അവളെ ഇനി ആര് ശരിയാക്കി തരും? എന്റെ ലഡുവും ജിലേബി സ്വീറ്റ്സും എല്ലാം താഴെ വീണ് പോയല്ലോ. ആ നഷ്ടമൊക്കെ ഇനി ആര് പരിഹരിക്കും? എക്സ്ക്യൂസ് മീ, നീ കാരണം മീറ്റിംഗ് ക്യാൻസലായി എന്റെ കോടിക്കണക്കിന് രൂപയെ പോയത്. അതെനിക്ക് ആര് കൊണ്ടുതരും? നീ എനിക്ക് തരുമോ? തെറ്റ് ചെയ്തത് നിങ്ങളാണല്ലോ. ഞാൻ എന്തിനു കാശ് തരണം? നിങ്ങൾ വലിയ പണക്കാരനാണെന്ന് അഹങ്കാരം കാണിച്ചില്ലേ? ബാക്കി കാശ് ചോദിച്ചപ്പോ എസ്കേപ്പ് ആകാൻ നോക്കുന്നോ? മാഡം സമാധാനമായിട്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തിന്? അതെന്തിനാ ഞാൻ കേൾക്കുന്നേ? കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തു. എനിക്ക് ന്യായം കിട്ടിയേ പറ്റുള്ളൂ. നിങ്ങളോടൊക്കെ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. പോലീസ് കംപ്ലൈന്റ് കൊടുത്താലേ ശരിയാവുള്ളൂ. പോലീസ് കംപ്ലൈന്റ് എന്ന് കേൾക്കുമ്പോ ഞാൻ പേടിച്ച് വരയ്ക്കുന്നു വിചാരിക്കണ്ട. കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ നീ പോയി കൊടുക്ക്. വലിയ താമസമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഞാൻ 100 വിളിക്കും. ഞാൻ കാണിച്ചു തരാം. അയ്യോ മാഡം, ഇത്ര ദേഷ്യത്തിൽ തീരുമാനം എടുക്കല്ലേ. ഞങ്ങൾ ഡ്രൈവറിനെ വിട്ട് നിങ്ങളുടെ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അവൻ ഓൾറെഡി അതുകൊണ്ട് ഇങ്ങോട്ട് വരിക. പോലീസിനെ മാത്രം വിളിക്കരുത്. അത് ബോസിന്റെ റെപ്യൂട്ടേഷന് പ്രശ്നമാണ്. പ്രശ്നമായിക്കോട്ടെ, അതിന് എനിക്കെന്താ? മാഡം ആദ്യം ആ കോള് കട്ടി. വെറുതെ പ്രശ്നം വലുതാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ബോസ് നിങ്ങളുടെ നഷ്ടപരിഹാരമായിട്ട് 5000 രൂപ നേരത്തെ തന്നതാ. അത് വരെ ഞാൻ മറന്നുപോയി. ഇത് നിങ്ങൾക്ക് ആദ്യമേ ചെയ്യാൻ പാടില്ലായിരുന്നോ? അയ്യോ, ആ കോളൊന്ന് കട്ടി. പെണ്ണിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ അവർ ഇങ്ങോട്ട് വരും. പേടിക്കണ്ട, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഫോണിൽ ബാലൻസ് ഒന്നുമില്ല. അപ്പോ ബാലൻസ് ഇല്ലാത്ത ഫോണും കൊണ്ടാണോ ഇത്രയും നേരം ഈ ബിൽഡപ്പ് ഒക്കെ കാണിച്ചോണ്ടിരുന്നേ? ഈ അമൂല്യ ആരാന്നും മനസ്സിലായില്ലേ? അമ്മേ, അമൂല്യ വന്നെന്ന് തോന്നുന്നു. ഞാൻ അവൾക്ക് കൂടി കോഫി എടുത്തിട്ട് വരാം. അമ്മേ, അവിടെ എന്ത് ചെയ്യാ? വേഗം വന്നേ. അമ്മു, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? നിന്നോടാ ചോദിക്കുന്നേ, ഇത്രയും നേരം നീ എവിടെ പോയിരുന്നെന്ന്. ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായമ്മേ. ചെറിയ തലക്കടി കിട്ടി. ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്.
ഓർഡർ തന്നവൻ ഫോണിൽ കൂടെ വിളിച്ച് വായി തോന്നി എല്ലാം പറഞ്ഞു. നീ കാരണം എന്റെ ബിസിനസിന് ചീത്തപ്പേരാ. അയ്യോ ദൈവമേ, നിങ്ങളൊരു അമ്മയാണോ? മകളുടെ മുഖത്തൊരു മുറിവ് കണ്ടിട്ട് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാതെ ബിസിനസിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ഓർഡർ കൈവിട്ട് പോയിട്ട് തന്ന അഡ്വാൻസ് വാങ്ങിക്കാൻ അയാൾ തിരിച്ചു വരുമല്ലോ എന്നുള്ള ടെൻഷനില്ല ഞാനിപ്പോ. എന്താ അമ്മു ഇത്? എല്ലാ പാത്രവും കാലിയാണല്ലോ, ഒരു പൊടി പോലും ഇല്ല. അയാള് വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞു. ആ, എനിക്ക് നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ മുഴുവൻ അങ്ങ് തിന്നു തീർത്തു. മതി കളിയാക്കിയത്. കാര്യം എന്താന്ന് പറ. എന്നോട് എന്താ സംഭവിച്ചെന്ന് പറ. അയ്യോ, അതൊരു വലിയ കഥയാണമ്മേ. എന്താ സംഭവിച്ചെന്നറിയോ? നിന്റെ ഈ നാടകം ഒന്ന് നിർത്ത്, എന്നിട്ട് കാര്യം പറ. ഇങ്ങനെയൊക്കെ സംഭവിച്ചമ്മേ. അയ്യോ ദൈവമേ, ഉണ്ടാക്കിയ കാശ് മുഴുവൻ നഷ്ടമായല്ലോ. ആ മുഴുവൻ സാധനങ്ങൾ നീ കളഞ്ഞിട്ട് വന്നല്ലോ. എന്താ അമ്മ ഈ പറയുന്നേ? മോള് വീണ് ആക്സിഡന്റ് ആയി വീട്ടിൽ വന്നിട്ട് പഴയ സിനിമയിലെ അമ്മമാരെ പോലെ കരഞ്ഞോണ്ട് വന്ന് മോളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം സീരിയലിലെ വില്ലത്തിമാരെ പോലെ കാശിനെ കുറിച്ച് സംസാരിക്കുന്നോ? ശരി വിട്ടേക്ക്. ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാ. ഈ ഓർഡറിൽ നിന്ന് 3000 രൂപ കിട്ടും. ഈ 3000 രൂപ പിടിച്ചിട്ട് അടുത്ത ഓർഡർ പിടിക്കാം. അതിൽ നിന്നൊരു 40,000 രൂപ ഉണ്ടാക്കാം. ആ 40,000 രൂപ കൊണ്ട് ചിട്ടി കെട്ടിയിട്ട് ആ കാശ് കൊണ്ട് ഒരു 10 ഗ്രാമിന്റെ മാല വാങ്ങിച്ച് കഴുത്തിലിടണം. നീ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഹലോ അമ്മ, ആ റേഞ്ചിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിടിക്ക്. ഇതെന്താ? ഇതിൽ 5000 രൂപയുണ്ട്. ഇതെവിടുന്നാ കിട്ടിയത്? ആക്സിഡന്റ് ഉണ്ടാക്കിയവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. വെറുതെ വിടുവോ ഞാൻ? പാവം, നല്ല പയ്യനതല്ലേ? എന്ത്? അവൻ നല്ലവനാണെന്നോ? അവൻ എന്തൊക്കെയാണ് പറഞ്ഞെന്നറിയോ? അവനെ വലിയ അഹങ്കാരിയാ. അയ്യോ അത് വിട്ടേക്ക്. അവൻ അതൊക്കെ പറഞ്ഞെങ്കിൽ എന്താ? നിന്നോട് വാദിച്ച് ജയിക്കാൻ പറ്റുമോ? നിക്കേ, ഞാനിത് അലമാരി വെച്ചിട്ട് വരാം. അമ്മു, ഇതാ നീ കോഫി കുടിച്ചേ. അയ്യോ അമ്മു, നിനക്ക് എന്താ പറ്റിയേ? എന്താ മുറിഞ്ഞിരിക്കുന്നേ? നീ എവിടെയും പോയി വീണോ? പറ, എന്താ ഇത്? അയ്യോ ചേച്ചി, കൂൾ കൂൾ. എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ചെറിയൊരു ആക്സിഡന്റ്, അത്രേ ഉള്ളൂ. എന്ത് ആക്സിഡന്റ് ആയിരുന്നോ? ഈ അമ്മയ്ക്ക് ഒട്ടും ബുദ്ധിയില്ല. 10 രൂപ ലാഭിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് കണ്ടോ? അയ്യോ, ഇതിൽ അമ്മ എന്ത് ചെയ്തു എന്നാ ചേച്ചി? പിന്നെ അല്ലാതെ ഓട്ടോക്കാരന് 100 രൂപ കൊടുക്കാൻ പറ്റത്തോണ്ടല്ലേ ഇത് നിന്റെ കയ്യിൽ തന്നുവിട്ടെ. അമ്മയ്ക്ക് നീയാണോ വലുത് അതോ കാശാണോ വലുത്? ചേച്ചി, എനിക്ക് ഈ വീട്ടില് മറ്റാരെക്കാളും നീ തന്നെയാ വലുത്. നീ ചുമ്മാ ഓരോന്ന് പറയണ്ട. നിനക്ക് ആരുടെയോ കണ്ടു തട്ടിയത് തന്നെയാ. വന്നേ, നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാം. ചേച്ചി ചേച്ചി വേണ്ട ചേച്ചി, അവിടെ പോയി വെറുതെ കൈകൂപ്പി നിന്ന് മാറ്റർ തീരില്ല. അതുകൊണ്ട് വേണ്ട ചേച്ചി, നീ വേണ്ട. ഒന്ന് ചുമ്മാതിരുന്നേ, ഇങ്ങോട്ട് വന്നേ. ചേച്ചി ചേച്ചി വേണ്ട ചേച്ചി, വീട് ചേച്ചി, അങ്ങോട്ട് വീട് നടക്ക്. ചേച്ചി, ചേച്ചി ചേച്ചി പ്ലീസ് 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 പ്ലീസ്. ചേച്ചി വേണ്ടെന്ന് പറഞ്ഞാൽ എന്തേലും ഒരു നേർച്ച ഉണ്ടാവുമല്ലോ. ചെറിയ നേർച്ച ഫിക്സ് ചെയ്താ മതി. ചെറുത് മതി കേട്ടോ, പ്ലീസ്. കുറച്ചു നേരം നീ ഒന്ന് മിണ്ടാൻ നിൽക്കോ? ദൈവമേ, അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരമാണ് എന്റെ അനിയത്തി റോഡിൽ കൊണ്ടുപോയി തള്ളിയിട്ടത്. അതിന് പ്രായശ്ചിത്തമായിട്ട് എന്റെ അനിയത്തി നിന്റെ സന്നിധിയിൽ വന്ന് 108 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചോളൂ. അവളോടൊന്ന് ക്ഷമിക്കണേ ഭഗവാനെ. 108ഓ? ഞാൻ പറഞ്ഞതല്ലേ, പറ്റാത്തതേ പറയുള്ളൂ. എനിക്ക് അറിയായിരുന്നു. അല്ല, ഇത്ര വലിയ സ്കീം എന്തിനാ ഇപ്പൊ നേർന്നത്? ഇത് ശരിക്കും കുറവാ. എന്റെ വായിൽ 108 എന്ന് മാത്രമേ വന്നുള്ളൂ. എന്റെ മനസ്സിൽ ഞാൻ 1008 എന്നാ ഉദ്ദേശിച്ചു വെച്ചത്. 1008ഓ? അവള് പറഞ്ഞ ശരി തന്നെ മോളെ. നിന്നെ ആരോ കണ്ണു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്റെ മോളുടെ എല്ലാ ദൃഷ്ടിദോഷവും മാറാൻ വേണ്ടി കൂടെ ആരും കണ്ണു വെക്കാതിരിക്കാൻ ഞാനിത് കത്തിച്ചു കളയാൻ പോവാ. എല്ലാം ഇതോടുകൂടി പോട്ടെ. ഇങ്ങോട്ട് തുപ്പു മോളെ. ഥു, ഥു, ഥു. അമ്മേ, എന്തു പറ്റി? നീ കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നല്ലോ. എന്താ ലേറ്റ് ആയത്? അല്ല മാഡം, ബോസ് ഈ സമയത്ത് തന്നെ വരുമെന്ന് എങ്ങനെ മനസ്സിലായി? കറക്റ്റ് സമയത്ത് തന്നെ പുറത്ത് വന്നല്ലോ. എടോ, ഇതെന്റെ അമ്മയാണ്. ഞാൻ അടുത്തെത്തുമ്പോഴേക്കും എന്റെ അമ്മയ്ക്ക് അത് അറിയാൻ കഴിയും. അല്ലേ അമ്മേ? ഞാൻ ഈ സീനൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ.
എന്താ? ഒന്നുമില്ല ബോസ്, ഞാൻ ഈ ലഗേജ് ഒന്ന് കൊണ്ടുവെക്കട്ടെ. വേദാന്ത്, ഉം. നീ എന്താ ഡിസ്റ്റർബ് ആയിരിക്കുന്നേ? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? അമ്മേ, അമ്മയുടെ മുഖം കാണാതെ എണീറ്റ എന്റെ ആ ദിവസം മുഴുവൻ പോവും. ഐ ഹാഡ് സച്ച് എ ബാഡ് ഡേ. അറിയോ അമ്മേ? എന്താ സംഭവിച്ചത്? അമ്മേ, ഞാനതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അതുപോലെ ഓക്കെ. വേദാന്ത്, നിന്റെ ഒരു ദിവസം പകുതി കഴിഞ്ഞു. പക്ഷെ നിന്റെ അനിയൻ എഴുന്നേറ്റ് പോലുമില്ല. നിന്നെങ്കിലും പേടിയുണ്ടോന്നൊന്ന് നോക്ക്. അവൻ ഇതുവരെ എണീറ്റില്ലേ? ഞാൻ നോക്കട്ടെ. അതെ, വേദാന്തിന് എന്തൊക്കെയാണോ ഇഷ്ടം അതെല്ലാം ഇന്ന് കിച്ചണിൽ ഉണ്ടാവണം. എണീക്കടാ, കള്ള മടിയാ. നേരെ എത്ര എന്നാ വിചാരം? എണീക്ക്, വാ. എന്താടാ നിനക്ക്? എണീക്കാനല്ലേ പറഞ്ഞേ? നീ എണീക്ക്. നീ ഒന്ന് വെറുതെ ഇരിക്കേ. ഞാനിത്ര രാവിലെ എഴുന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? എന്തായാലും നീ ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്താ, വൈകിട്ട് വരെ കിടന്നുറങ്ങാനാണോ നിന്റെ പ്ലാൻ? പൊന്നു മോനെ, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ഡ്രീം ഗേളിനെ സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. എന്ത് നല്ല സ്വപ്നമാണെന്ന് അറിയോ? ഇഡിയറ്റ്. നിനക്ക് എപ്പോ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ. ദിവസം മുഴുവൻ ഒരു പെണ്ണുങ്ങളെ സ്വപ്നം കണ്ട് വെറുതെ നിന്റെ ജീവിതം പാഴാക്കി കളയല്ലേ. കേട്ടല്ലോ? ഹലോ, എക്സ്ക്യൂസ് മീ, ചെറിയ കറക്ഷൻ ഉണ്ട്. പെണ്ണുങ്ങളെ അല്ല, ഒരൊറ്റ പെണ്ണ്. അവളാ എന്റെ ഡ്രീം ഗേൾ. ഡ്രീമിൽ അവളുടെ ബ്യൂട്ടി ട്രെയിലർ കണ്ട് ഈ റേഞ്ചിൽ ഞാൻ മയങ്ങിപ്പോയെങ്കിൽ ഇതെങ്ങാനും ഞാൻ റിയൽ ആയിട്ട് കണ്ടാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. നിന്നെടുത്ത് തന്നെ കൈയടിച്ച് വിസിലടിക്കുന്ന കാര്യം ഗ്യാരണ്ടിയാ. ആൻഡ് യു നോ വാട്ട്, ഇവൻ എങ്ങോട്ട് പോയി? പെട്ടെന്ന് പോയോ? അഗ്രജ, അഗ്രജ. പോയവൻ പോയി. ഞാൻ എന്റെ സ്വപ്നം ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടെ. ഇനി എങ്ങാനും കണ്ടിന്യൂഷൻ കിട്ടിയാലോ? ആ സ്വപ്നം തന്നെ കണ്ടില്ലേലും കുഴപ്പമില്ല, വേറെ ഒരെണ്ണം കിട്ടിയാലും മതിയായിരുന്നു. റിമോട്ട് ആവശ്യ സമയത്ത് വർക്കും ചെയ്യത്തില്ല. ഓ. ആ കുക്കറി ഷോ കാണാൻ വിചാരിച്ചാലും നടക്കില്ല. ഇതിന്റെ ഒരു കാര്യം. ഓണാക്, ഓണാക്, ഒന്ന് ഓണായിക്കേ. ഓ, എന്താ എത്ര ചിരിക്കാനുള്ളേ? റിമോട്ടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശരിയായിക്കോളും. അമ്മേ, റിമോട്ടിന് പ്രശ്നമൊന്നുമില്ല. അമ്മ ഇപ്പൊ വെച്ചിരിക്കുന്നത് റിമോട്ടല്ല, ഫോണാ. അശ്ശോ. ഓ, നിങ്ങളിപ്പോ എന്തിനാ ചിരിക്കുന്നേ? അവിടെ റിമോട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ലേ? ഫോണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് ചെക്ക് ചെയ്യായിരുന്നു ഞാൻ. ഓ, എല്ലാവരുടെയും മുന്നിൽ ഞാനങ്ങ് നാണം കിട്ടും. ആ, അയ്യോ, ഇപ്പൊ ഇതും വർക്കാവുന്നില്ലേ? ഒന്ന് ഓണാകും. ഓണാകെ, ഒന്ന് ഓണാകെ, ഓണാകെ. പ്രമീള, ചേച്ചി, എന്താ ചേച്ചി ഇത്ര പെട്ടെന്ന്? ഒന്ന് ഫോൺ പോലും വിളിച്ച് പറഞ്ഞില്ലല്ലോ. സുഖമാണോ വല്യമ്മേ? സുഖമല്ലേ ചേട്ടാ? ഞങ്ങളൊക്കെ സുഖമായിരിക്കുന്നു. നിങ്ങളോ? ഞങ്ങളെല്ലാരും സൂപ്പർ ആയിട്ടിരിക്കുക. അങ്ങനെ വേണം പറയാൻ. പ്രമീള, എന്താടി ഇത്? ഇത് നിന്റെ ഭർത്താവ് ആദ്യത്തെ ശമ്പളത്തിന് വാങ്ങിയ ടി വി അല്ലേ? ആ പാവത്തിന് നീ എന്തിനാ ഇങ്ങനെ അടിക്കുന്നേ? എന്റെ ചേച്ചി, ഞാൻ പറയുന്നൊന്നും അത് കേൾക്കില്ല. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ.
ഏയ്, ഓ നിങ്ങളിങ്ങനെ ബഹളം വെക്കല്ലേ. എന്താ നിങ്ങൾ എന്തായി കാണിക്കുന്നേ? പ്രമീള, സിദ്ധാർത്ഥിന്റെ കല്യാണം നിങ്ങളെ ആദ്യം വിളിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് സന്തോഷമായി ചേച്ചി. എന്തു പറ്റി സിദ്ധാർത്ഥ്? ക്ഷീണിച്ചു പോയല്ലോ ആകെ. കല്യാണത്തിരക്കായിരിക്കുമല്ലേ? അമ്മേ, കല്യാണ തിരക്കില് ക്ഷീണിച്ചതല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പുറകെ നടന്ന് ക്ഷീണിച്ചതാ. നിർത്ത്. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാ ചേട്ടൻ. കല്യാണം കഴിഞ്ഞാ പിന്നെ കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴല്ലേ കളിയാക്കാൻ പറ്റുള്ളൂ. അമൂല്യ, നിന്റെ നെറ്റിയിൽ എന്താ ഒരു ബാൻഡേജ്? എന്ത് പറ്റിയതാ? അയ്യോ ചേച്ചി, അതൊന്നും പറയണ്ട. അവള് സാധനങ്ങളെ ഡെലിവറി കൊടുക്കാൻ പോയതാ. അതൊരു കാറിന് കൊടുത്തിട്ട് വന്നു. ഒന്നുമില്ല വല്യമ്മേ, ഒരു ചെറിയ ആക്സിഡന്റ് അത്രേ ഉള്ളൂ. എന്താ ആക്സിഡന്റോ? നോക്കട്ടെ. അവിടെ ഇരിക്കാമേ, സമാധാനം. ഞാനൊന്ന് നോക്കട്ടെ. അവിടെ ഇരിക്കെ, ചോദിക്കാം. ഇവൾക്കൊന്നും പറ്റിക്കാണില്ല. അവനെ ചിലപ്പോ അഡ്മിറ്റ് ചെയ്ത് കാണും. ഇവളെ കണ്ടാൽ അറിയില്ലേ, ഇവൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. വല്യമ്മേ, ഒരു 5 മിനിറ്റ് പെർമിഷൻ തന്നേ, ചേട്ടനോടൊന്ന് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട്. ഏയ്, അതിനെന്തിനാ എന്റെ പെർമിഷൻ ചോദിക്കുന്നേ? കൊണ്ടുപോയിക്കോ. അയ്യോ, എന്താ ഇത്? കുഞ്ഞമ്മേ, എന്തേലും ചെയ്യ്. ഹേയ് കുഞ്ഞമ്മേ, എന്നെ രക്ഷിക്ക്. ഏയ് നിർത്തൊന്ന് നിർത്ത്, മതി, ഒന്ന് നിർത്ത്. ചേട്ടാ, നാത്തൊരു സുഖാണോ? ഓ ശരിയാ. കല്യാണം ഫിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഉറക്കമേ ഇല്ലെന്നാണല്ലോ അറിഞ്ഞത്. ചാറ്റിംഗും ഡേറ്റിംഗും ഒക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? ഓ ഏയ് നിർത്ത്. ഡേറ്റിങ്ങോ? അതെന്തുവാ? പാവം തന്നെ, നമ്മുടെ ചേട്ടന് ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയില്ലല്ലേ ചേട്ടാ? അറിയില്ല എന്നല്ല പറഞ്ഞ. ശരിക്കും അറിയില്ല ചേട്ടാ? എനിക്ക് അറിയില്ലെന്നേ. സത്യം പറ. അറിയാം. ചേട്ടാ, ചേച്ചിയുടെ ഫോട്ടോ കാണിക്കേ. ഏയ് ചേട്ടാ, പറഞ്ഞിട്ട് പ്ലീസ് കാണിക്ക്. ശരി, ആരും കളിയാക്കില്ലെങ്കിൽ കാണിച്ചു തരാം. ഇല്ല ആരും കളിയാക്കില്ല. പ്ലീസ് കാണിക്ക് ചേട്ടാ. ഇവളുടെ